വിചാരിക്കും മാമിനെ കൊണ്ട് പറ്റുമെന്ന്. പക്ഷെ മാം എല്ലാത്തിനേക്കാളും സൂപ്പറാണ്. ഞാൻ തടിയനെ ഇവിടെ വരുമ്പോഴേ ദേ വോണ്ട് ബി സോ മച്ച് പ്ലസന്റ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൗന്ദര്യം കൂടി 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 വരും. നമസ്കാരം, സന്തോഷ് സർക്കിലാണ്. ഞാനെന്നുള്ളത് വടകരയിലെ ഒരു സ്കൂളിന് മുന്നിലാണ്. ഈ സ്കൂളിന്റെ പ്രത്യേകത എന്താണെന്ന് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊന്ന് കാണുക, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ. ടീച്ചർമാരായാൽ ഇങ്ങനെ വേണം. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടിയാണ്. സ്കൂൾ ആനിവേഴ്സറിക്ക് സ്റ്റേജിൽ ഡാൻസ് പഠിച്ച് കളിക്കാൻ കയറിയ പെൺകുട്ടി മുമ്പിലുള്ള ഓഡിയൻസിനെ കണ്ട് പേടിച്ച് കളിക്കും. ഈ സംഭവം നടന്ന സ്കൂളിന് തപ്പുമായിരുന്നു. എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ആ വീഡിയോ കിട്ടിയത്. പക്ഷെ എന്റെ FB മെസ്സഞ്ചറിൽ ആ വീഡിയോ എടുത്ത ഒരു കൊച്ചിന്റെ അമ്മ, ഇവിടുത്തെ ഒരു പാരന്റ് എനിക്കൊരു മെസ്സേജ് അയച്ചു. വടകരയിലാണ് ഈ സ്കൂൾ എന്ന് പറഞ്ഞ്, അമൃത പബ്ലിക് സ്കൂള്. ഞാനപ്പോ ആ നല്ല ടീച്ചേഴ്സിനെ, നന്മയുള്ള ടീച്ചേഴ്സിനെ കാണാൻ, ആ സ്കൂളിൽ നിന്ന് പരിചയപ്പെടാൻ, അതിനുവേണ്ടി തന്നെ പാലക്കാട് നിന്ന് വണ്ടി കയറി ഇങ്ങോട്ട് പോകുന്നതാണ്. വിദ്യാഭ്യാസം ഒരു കച്ചവടമാക്കുന്ന കാലഘട്ടത്തിൽ അതിനപ്പുറത്തേക്ക് കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിദ്യാലയം. ആ വിദ്യാലയത്തിലെ വിശേഷങ്ങൾ അറിയാം. നമുക്ക് ആ അധ്യാപകരെ, ആ മിടുമിടുക്കരായ അധ്യാപകരകത്ത് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ വിശേഷങ്ങൾ, അവരെ പരിചയപ്പെടാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് പോവാം. ഈ കുഞ്ഞാവയാണ് സ്റ്റേജിൽ ഡാൻസ് കളിച്ചിടയ്ക്ക് സ്ട്രക്കായി പോയി ടീച്ചേഴ്സ് എല്ലാം കൂടി ഊർജ്ജം കയറ്റിവിട്ട് ഈ സ്കൂളിനെ വൈറലാക്കി മെടിപിടിക്കി. എന്താ പേര്? ആരാധ്യ TK. എവിടെ വീട്? എവിടെയാ? പാലാട്ടുകര. പാലിയാട്ടുതറ. ഓക്കെ, എനിക്ക് ഈ പ്രദേശത്തെ സ്ഥലപ്പേരുകൾ അറിയാത്തതുകൊണ്ടാണ്. എന്നാലും ഈ മിടുക്കിനൊന്ന് കാണണമെന്ന് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആലോചിച്ചു. ഈ മിടുക്കിക്കാരനാണ് ഈ ടീച്ചേഴ്സ്. ഇവിടെ സ്ഥിരം ഇങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഏതായാലും ഒരു ഉമ്മ ഒന്നുണ്ട്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ നല്ല ടീച്ചർമാർക്ക് ഒരു ഉമ്മ കൊടുക്കണമെന്നൊക്കെ. ചിലപ്പോൾ സോഷ്യൽ ഇഷ്യൂ ആവും. ഒരാൾ കമന്റായിട്ട് എന്നോട് ചോദിക്കും. അപ്പൊ ഈ കുഞ്ഞാവയ്ക്ക് ഓക്കെ മിടുക്കിയാവണം, വലിയ നർത്തകിയാവണം, എന്റെ ലോകം മുഴുവൻ അറിയുന്ന രീതിയിൽ വളരണം. ഓക്കെ, ഒരു ഹായ് പറഞ്ഞു. അപ്പൊ അതേ പുറകില് നമ്മുടെ വിശിഷ്ടാതിഥികള് ഡാൻസ് കളിച്ച ടീച്ചർമാർ 3 പേരാണ്. പക്ഷേ ഇത് സ്ഥിരം ഡാൻസുകാർ, സ്കൂൾ മൊത്തം അങ്ങനെയാണ്. നമുക്ക് അവരെ അടുത്തേക്ക് പോയി അവരോട് ചോദിച്ച് കുറച്ച് കാര്യങ്ങൾ. ഇതിലിപ്പോ ആ സ്റ്റേജിൽ കണ്ടപ്പോൾ നിങ്ങൾ ആരാ കളിച്ചെന്ന് ഒരു പിടുത്തമില്ല. സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ച കുട്ടി ടീച്ചർമാർ കൈവക്കേണ്ടതാണ്. 1, 2, 3 ആയസ്. അതിലൊരാൾ HM ആണ്. ഏതായാലും ഞാൻ വിചാരിച്ച ഡാൻസ് പഠിപ്പിച്ച ആന്റിമാരൊക്കെ കൂടി കയറി കളിച്ചു എന്നാണ് ആദ്യം ഞാൻ കരുതിയത്. ഏതായാലും നിങ്ങൾ ചെയ്ത വലിയൊരു മഹത്തായ പ്രവൃത്തിയാണ്. ടീച്ചിങ് അല്ല നിങ്ങൾ നടത്തിയ, പാരന്റിംഗ് ആണ് നടത്തിയത്. അതുകൊണ്ടാണ് ആ വീഡിയോ വൈറലായത് നിങ്ങളെ തപ്പി വന്നത്. ടീച്ചർ, എന്താ സംഭവിച്ചാലും എന്താണ് അതിന്റെ കാരണം? നമ്മള് ഇവിടെ കുട്ടികളുടെ മത്സരമായിരുന്നു. അപ്പോൾ മത്സരം നടക്കുന്നതിനിടയിൽ സ്റ്റേജിൽ വന്ന് കർട്ടൻ പൊക്കിയപ്പോൾ അത്രയും വലിയൊരു ഓഡിയൻസ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല. അപ്പം അത്രയും വലിയ ഓഡിയൻസിനെ കണ്ട സമയത്ത് കുട്ടി അങ്ങ് പേടിച്ചുപോയി, കരയാനും തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾ അവിടത്തേക്ക് പോകുന്നത്. പക്ഷെ ഞങ്ങൾ പോയി സ്കൂളിൽ നിന്ന് കുട്ടികളുടെ കൂടെ കളിക്കുന്ന ഒരു എക്സ്പീരിയൻസ് കുട്ടികൾക്കുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം അവരെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടി കളിക്കാൻ അതിനേക്കാളും എനിക്ക് തോന്നിയത് അവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളുടെ ഒരു സപ്പോർട്ട് വീഡിയോയിൽ കാണാത്തതാണ്. അത്രത്തോളം കാണുന്നില്ല. അപ്പോൾ കണ്ടു പേടിച്ച രക്ഷിതാക്കൾ എല്ലാവരും കൂടെ ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് മൂക്ക് ഭയങ്കര ഒരു ശക്തിയായിരുന്നു. അപ്പൊ അതും കൂടെ കളിക്കാനുള്ളതിന് ഒരു കാരണമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഈ വീഡിയോ വൈറലാവാൻ വേണ്ടി ചിത്രീകരിച്ച ഒരാള് ഈ കൂട്ടത്തിൽ ടീച്ചർ അല്ലാത്തൊരമ്മ നിൽക്കുന്നുണ്ട്. സഫീറയാണ് ഈ വീഡിയോ എടുത്തത്, സോഷ്യൽ ഫേസ്ബുക്കിൽ ഇട്ടത്. അവിടെ നിന്നാണ് ഞാൻ കോപ്പി എടുത്തത്, പോസ്റ്റ് ചെയ്ത്. എല്ലാ കുട്ടികളെ ഡാൻസ് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നു. അപ്പോൾ എനിക്കൊരു ഹാർട്ട് ടച്ചായിട്ട് ഒന്ന് തോന്നി, ഇതൊന്ന് പോസ്റ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഒരു കുട്ടീൻ്റെ കഴിവ് വളർത്താന്ന് വെച്ചാൽ ടീച്ചേഴ്സിൻ്റെ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ഞാനൊന്ന് പോസ്റ്റ് ചെയ്യട്ടെ. പക്ഷെ ഇത്രത്തോളം വൈറലാവുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ കർട്ടനിട്ടിരുന്നെങ്കിൽ കുട്ടീൻ്റെ അവിടെ സ്റ്റോപ്പാവും അല്ലേ. ഒരു കുട്ടീൻ്റെ കഴിവ് വളർത്താനോ തളർത്താനോ ടീച്ചറിനുള്ള ഒരു രീതിയിൽ ആ ഒരു ടീച്ചേഴ്സിന് വലിയൊരു പങ്കുണ്ട്. പക്ഷേ എനിക്ക് നല്ലൊരു ഹാർട്ട് ടച്ചായിട്ട് തോന്നിയോണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തു. ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വിളിക്കുകയോ പരിചയക്കാരെന്തെങ്കിലും പറയുന്നതിലും ചെയ്തോ? എന്നെ പറഞ്ഞേ പലരും വിളിച്ചു, അഭിനന്ദനം അറിയിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ഇത് ശരിക്കും ഒരു നാഷണൽ അവാർഡിനേക്കാൾ വലുതായിട്ട് തോന്നുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാലം കാത്തു വെച്ചത് ഞങ്ങൾ അൺഎയ്ഡഡ് സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും. ഓക്കെ, മറ്റൊരു ടീച്ചർ ഇതാണ്.
3 പേരുടെ സൈഡ് വ്യൂ ആണ്, ലോങ്ങിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. എന്നാലും തപ്പി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റിയത് ഒരു പുണ്യമാണ്. ടീച്ചറെ പറ, ഈ തടിയൊക്കെ വെച്ച് കളിച്ച് അടിപൊളിയായിട്ട്. ഏറ്റവും നല്ല ഡാൻസർ ചോദിച്ചു കഴിഞ്ഞാല് അതെ, ഈ തടിയൊന്നും ഡാൻസിനെ ബാധിക്കാറില്ല. കാണുന്ന പോലെ അല്ല, ഡാൻസറാണ്. ഈ രൂപം കണ്ടാലും നമ്മൾ വിചാരിക്കും മാമിനെ കൊണ്ട് പറ്റുമെന്ന്. പക്ഷെ മാം എല്ലാത്തിനേക്കാളും സൂപ്പറാണ്. ഞാൻ തടിയനെ എന്നെ കളിയാക്കിയതല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞ. അന്ന് നമുക്ക് ഈ കൊച്ചിന്റെ കൂടെ ടീച്ചറിന് ഡാൻസ് കളിപ്പിച്ചാലോ? 2 സ്റ്റെപ്പ്, ഒത്തിരി ഒന്നും വേണ്ട. ഓക്കെ ഓക്കെ. അതായത് കുട്ടികൾ കളറുകൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഇവിടെ എല്ലാവരും ഒരേപോലത്തെ കോട്ട് വിട്ട് നിന്ന് കഴിഞ്ഞാൽ, ഒരു വടിയും കൂടി പിടിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ പോലെ പിള്ളേർക്ക് ഫീൽ ചെയ്യും. അവിടെ നിങ്ങൾ ഓരോരുത്തരും ഓരോ ഡിഫറെന്റ് കളേഴ്സിൽ വരുന്നു, അത് കുട്ടികൾക്ക് വല്ലാതെ ഫീൽ ചെയ്യും. പിന്നെ അതിലിപ്പോഴും നമുക്ക് തോന്നാറുള്ളത്, ഇവിടെ ഞാൻ പലപ്പോഴും ടീച്ചേഴ്സിന്റെ അടുത്ത് നമ്മൾ പറയാറുള്ള കാര്യം, കുട്ടികളെ പഠിപ്പിക്കണ്ട എന്നാ പറയല്, പകരം അവരെ ഓരോരുത്തരെയും പഠിക്കാനാണ് പറയല്. അങ്ങനെ ഈ മോളെ പഠിച്ചതാണ്. കാരണം ഞങ്ങളുടെ 3 പേരുടെ ആബ്സെൻസ് അവിടെ ഉണ്ടായിരുന്നെങ്കിലും ആ പ്രോഗ്രാം അതേപോലെ മറ്റു 3 പേര് അവിടെ ചെയ്യും. ഇവിടുത്തെ ശീലം അതാണ്. അത് ഇവിടുത്തെ ഒരു ശീലം അതാണ്. അപ്പൊ നമ്മള് കുട്ടികളെ പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് ഒരു പ്രശ്നങ്ങളും. അതെ അതെ. വളരെ എനർജറ്റിക് ആയ ടീച്ചേഴ്സ്, കുട്ടികളോടൊപ്പം അവരോടൊപ്പം താളം പിടിച്ച് അവരോടൊപ്പം കളിച്ച് അവരെ കളിപ്പിച്ച് അവരുടെ മനസ്സറിഞ്ഞ് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ടീച്ചേഴ്സ് തന്നെയാണ് ഓരോ വിദ്യാർത്ഥിയുടെയും ഭാവിയെ ശോഭനമാക്കുക. അക്ഷരങ്ങൾ അടിച്ചുകൂട്ടിയ പുസ്തകത്താളിൽ നിന്ന് നാം പഠിക്കുന്ന ഇന്ത്യയല്ല യഥാർത്ഥ ഇന്ത്യ എന്ന ചില സിനിമാ ഡയലോഗ് പോലെ കുറേ പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നതിനപ്പുറത്തേക്ക് ഹൃദയത്തിലേക്ക് അമ്മമാരെ പോലെ, അച്ഛന്മാരെ പോലെ, ചേച്ചിമാരെ പോലെ പകർന്നു കൊടുക്കുന്ന വാത്സല്യവും അറിവുമാണ് വിദ്യാഭ്യാസത്തിന്റെ ഉന്നതിയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുക. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികൾ വന്നാലും അവയെല്ലാം തരണം ചെയ്യാനുള്ള ഒരുക്കവും പരിശീലനവുമാണ് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും കൊടുക്കേണ്ടത്. നോക്കൂ, എത്ര രസകരമായിട്ടാണ് ഈ ടീച്ചർമാര് കുട്ടികളെ പോലെ കളിക്കുന്നത്. ഒരു മുന്നൊരുക്കവുമില്ല. ഞാൻ പെട്ടെന്ന് ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവരെല്ലാം റെഡി ആയിക്കൊണ്ട് ഒരു പരാതിയോ പരിഭവമോ നാണമോ ചമ്മലോ ഇല്ലാതെ. കാരണം ഇവരുടെ ലൈഫ് വളരെ എന്റർടൈനിങ് ആണ്, വളരെ ഹാപ്പിയാണ്, വളരെ ലാവിഷാണ്. ഞാൻ HM ആണ്, ഞാൻ ഡാൻസ് ടീച്ചറാണ്, അല്ലെങ്കിൽ ഞാൻ മാത്സ് ടീച്ചറാണെന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നതല്ല. എല്ലാവരും ഒരുപോലെയാണ്. എല്ലാ ടീച്ചേഴ്സിനും എല്ലാ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെയാണ്. ഒരു മാതൃസ്നേഹം തുളുമ്പുന്ന, ഒരു പാരന്റിങ് നിറയുന്ന ടീച്ചിങ് ആണ് ഈ സ്കൂളിന്റെ പ്രത്യേകത. ഈ വടകരയിലുള്ള അമൃത പബ്ലിക് സ്കൂളാണിത്. വളരെ മാതൃകാപരമാണിത്. ഈ സ്കൂൾ 2 സ്ഥലത്തായിട്ടാണ് പ്രവർത്തിക്കുന്നത്. LP സെക്ഷൻ ഒരിടത്തും UP ഹൈസ്കൂൾ മറ്റിടത്തും. അപ്പോൾ LPയിൽ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികളെല്ലാം കൂടി UP സ്കൂളിലേക്കാണ് ചെല്ലുക. ഞങ്ങൾ അവിടേക്ക് ടീച്ചർമാരുടെ കൂടെ പോയി ഈ ടീച്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ മുതിർന്ന കുട്ടികൾ ഓടി വന്ന് അവരോട് കാണിക്കുന്ന സ്നേഹവും ആത്മാർത്ഥതയും താല്പര്യവും ഒക്കെ എന്നെ വളരെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. എല്ലാവരും പേര് വിളിച്ച് പല ഭാഗത്തു നിന്ന് ഓടി വരുന്നു, ടീച്ചേഴ്സിന്റെ കയ്യിൽ പിടിക്കുന്നു, അവരോട് വർത്താനം പറയുന്നു, പോകാൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്തി വർത്താനം പറയുന്ന, ദൂരെ നിന്ന് പോലും ബിൽഡിങ്ങിന്റെ ഒക്കെ മുകളിൽ നിന്ന് നോക്കി കാണുന്ന ടീച്ചർമാർക്കും അതേ വാത്സല്യവും സ്നേഹവുമാണ് ഈ കുട്ടികളോടൊക്കെ. ഇങ്ങനെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ അധ്യാപകരായി മാറേണ്ടത്. അല്ലാതെ ചൂറിലെടുക്കുന്നവരോ ഭീഷണിപ്പെടുത്തുന്നവരോ ഭയപ്പെടുത്തുന്നവരല്ല. കുട്ടികളെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് മനസ്സുകൊണ്ട് പഠിപ്പിക്കുമ്പോഴാണ് ഭാവിയുടെ വാഗ്ദാനങ്ങളായി നല്ല പൗരന്മാരായി ഈ സമൂഹത്തിന് മാതൃകയായി മാറുക എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവരാണ് ഈ അധ്യാപകർ. ഇവിടെ കിട്ടുന്ന സപ്പോർട്ട് തന്നെയാണ് മെയിൻ. അതായത് HM ആൻഡ് വൈസ് HM. അപ്പോൾ അവർ ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ലൈഫ് ഇവിടെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ വരുമ്പോഴാണ് നമ്മളെ ജീവിതത്തിലെ സന്തോഷം ശരിക്കും ഇവിടുന്ന് എൻജോയ് ചെയ്യാണ്. പരസ്പരം കോപ്പറേറ്റീവാണ് ടീച്ചേഴ്സ്. പിന്നെ ഇരുന്ന ആ ഭയങ്കര സപ്പോർട്ട് മാനേജ്മെന്റ് സൈഡ്. പിന്നെ മാം ഞങ്ങൾ എല്ലാത്തിനും ഫ്രീ ആയിട്ട് തന്നെ വിട്ടതാണ്, എല്ലാത്തിനും. അതൊരു ഗ്രേറ്റ് സപ്പോർട്ട് തന്നെയാണ്. പിന്നെ കുഞ്ഞുമക്കളായതുകൊണ്ട് ഞങ്ങൾക്കും മക്കളുണ്ട്. പക്ഷെ ഞങ്ങളൊരു പൂമ്പാറ്റകളെ കൊണ്ട് പറക്ക് നടക്കുന്ന ആ ലോകത്ത് തന്നെ ഞങ്ങൾ ഇപ്പം ജീവിക്കുന്നത്. ഭയങ്കര ഗ്രേറ്റ് സപ്പോർട്ട്. അതായത് മാനേജ്മെന്റും HM നിങ്ങൾ അഴിച്ചു വിട്ടേക്കാണ്, അർമാദിക്കാണ്. നല്ല രീതിയിൽ നമ്മുടെ മനസ്സ് ഇപ്പോഴും ഭയങ്കര ചെറുപ്പാണ്. വയസ്സാണെന്ന് നമ്മൾ അറിയുന്നില്ല. അത് നിങ്ങളുടെ ഫേസ്. നമുക്കൊരു ടെൻഷൻ ഇല്ലാതെയാണ് നമ്മൾ ക്ലാസ്സിലേക്ക് കയറുന്നത്.
കാരണം നമ്മളിവിടെ എൻ്റർ ആകുമ്പോൾ തന്നെ ഞങ്ങളെ മാം ഞങ്ങളെ ഫേസ് വെച്ച് കണ്ടുപിടിക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത്. സൈക്കോളജിയാ. അത് മാം ഞങ്ങളിൽ വിളിച്ച് ഞങ്ങൾക്ക് അത് ക്ലിയർ ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ ഫുൾ എനർജറ്റിക് ആയിട്ടാണ് ക്ലാസ്സിലേക്ക് കയറുന്നത്. ഒരിക്കലും ഒരു ടീച്ചർ എന്ന നിലയിൽ ഞങ്ങളെ ക്ലാസ്സിലേക്ക് കയറാൻ മാം ഇന്നുവരെ സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾ കുട്ടികളുടെ പാരന്റാണ്, അവരുടെ അമ്മയായിട്ടും ചേച്ചിയായിട്ടും ഒക്കെയാണ് ഞങ്ങൾ അവർ. അപ്പം നമ്മൾ എടുക്കുന്ന ക്ലാസ്സും അതേ ഒരു എനർജി, നല്ലൊരു ഊർജ്ജത്തോടു കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. സോ ഞങ്ങൾക്ക് ഹോംവർക്കിന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ എടുത്തു കൊടുക്കുന്നത് അത്രയും ക്ലിയർ ആയിട്ട് കൊടുക്കുമ്പോൾ അവരത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ മക്കളത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ ഞാൻ ടീച്ചേഴ്സിനോട് എപ്പോഴും പറയാറുണ്ട് സുന്ദരികളായിട്ട് സ്കൂളിൽ വരണം എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ കുട്ടികൾ ഈ സുന്ദരികൾ സെലക്ട് ചെയ്യുന്നുണ്ട് സ്കൂളിലേക്ക് എടുക്കാൻ. ഇവിടെ ഇന്റർവ്യൂ ബോർഡിൽ വരുമ്പോൾ ഒരുപാട് പാരന്റ്സ് ഞങ്ങൾ അറിയുന്ന ഒരുപാടുണ്ടല്ലോ. അപ്പൊ അവര് ചോദിക്കുന്ന സൗന്ദര്യം നോക്കിയിട്ടാണോ ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്? പക്ഷെ അങ്ങനെയൊന്നല്ല. പക്ഷെങ്കില് എങ്ങനെ വന്നു കയറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവരിൽ സൗന്ദര്യവും എല്ലാം ഇവിടെ വലിയൊരു പോയിന്റ് പറയാൻ പോവാണ്. ആക്ച്വലി ഇവിടെ വരുമ്പോഴേ ദേ വോണ്ട് ബി സോ മച്ച് പ്ലസന്റ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൗന്ദര്യം കൂടി 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 വരും. ദൈവം, എനിക്കൊരു ജോലി തരും പ്യൂണായിട്ട് ഇവിടെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ എപ്പോഴും കാണാൻ ഇഷ്ടപ്പെടുന്നത് വെളിച്ചാണ് അവർക്ക്. അപ്പൊ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുണ്ട് കുട്ടികൾ ചിരിക്കുന്ന മുഖം കാണാനാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ നല്ല പ്ലസന്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്ന ടീച്ചേഴ്സ് ഒരിക്കലും അവരുടെ ശ്രദ്ധ പോക്കുകയല്ല ചെയ്യുന്നത്, അവരിലേക്ക് കൊണ്ടുവരികയാണ് ടീച്ചേഴ്സിന് ചെയ്യുന്നത്. അപ്പൊ അത് മുന്നേ നമുക്കുണ്ടായ പല എക്സ്പീരിയൻസും ഉണ്ട്. അതിൽ കുട്ടികള് ടീച്ചേഴ്സിനോട് വെറുതെ ചോദിക്കും, മാമിന്റെ കൂടെ ഞങ്ങൾ വീട്ടിൽ വന്നോട്ടെ എന്ന് ചോദിക്കും. അപ്പോ ആ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ പോവാതിരുന്ന മക്കളുണ്ടായിരുന്നു. കാരണം ടീച്ചറെ കൂടെയാണ് പോകേണ്ടത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് എന്താ അഭിമാനം തോന്നിയ ദിവസമായിരുന്നു. കാരണം സ്വന്തം അമ്മയെ പോലെ കാണുന്നത് കൊണ്ട് മാത്രമാണ് കുട്ടികൾ ഇവിടെ മാമിന്റെ കൂടെ വീട്ടിൽ പോവാം എന്നിട്ട് നാളെ കൂടെ വരാം എന്ന് പറയുന്ന കുട്ടികൾ വരെ ഉണ്ടാവാറ്. നിങ്ങൾക്ക് ശമ്പളം ഇല്ലെങ്കിലും വേണ്ട. ചില ടീച്ചേഴ്സിനെ കാണുമ്പോഴത്തേക്ക് കെട്ടിയിടാൻ തോന്നുന്നു ഇവരെയൊക്കെ കാണുമ്പോൾ. എത്ര എനർജറ്റിക് ആയിട്ടാണ് ഇവര് കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. കുട്ടികൾക്ക് ഡാൻസ് ഒന്ന് ഭയങ്കര ഇഷ്ടം, പാടുന്നത് അതിനേക്കാൾ ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ ഒരു കളേഴ്സാണ്, അതായത് യൂണിഫോം ഇല്ലാതെ കളർഫുള്ളായി കുട്ടികളുടെ കൂടെ ആടിപ്പാടി കളിക്കുമ്പോൾ നമ്മളെ കണ്ട വീഡിയോ ഇവിടെ നടക്കുന്ന നിത്യസംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഇവർക്കതൊരു പുതുമയല്ല, പക്ഷെ നമ്മൾ പബ്ലിക്കിന് അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ തപ്പി ഇവിടേക്ക് വന്നത്. വ്യത്യസ്ത ഈ ടീച്ചേഴ്സിനെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലൊരു സിനിമ ഡയലോഗാണ്, ഈ വീട്ടിലിരിക്കുന്നവർക്ക് കെഞ്ചിടണമെന്ന് പറയുന്നു. ചില സ്കൂളുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിനെ കാണുമ്പോഴേ, ഞാൻ പല സ്കൂളുകളിൽ ഇങ്ങനെ ക്ലാസ്സിനൊക്കെ പോകുന്നത്, എല്ലാവരും ഇല്ല, ചില സ്കൂൾ എന്റെ മക്കളൊക്കെ നല്ല സ്കൂളാട്ടോ, അടിപൊളിയാണ്. അതീ പ്രശ്നം. അപ്പോ ഈ ചില ടീച്ചേഴ്സിനെ കാണുമ്പോഴത്തേക്ക് കെഞ്ചിടാൻ തോന്നുന്നു ഇവരെയൊക്കെ കാണുമ്പോൾ. എത്ര എനർജറ്റിക് ആയിട്ടാണ് ഇവര് കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. കുട്ടികൾക്ക് ഡാൻസ് ഒന്ന് ഭയങ്കര ഇഷ്ടം, പാടുന്നത് അതിനേക്കാൾ ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ ഒരു കളേഴ്സാണ്, അതായത് യൂണിഫോം ഇല്ലാതെ കളർഫുള്ളായി കുട്ടികളുടെ കൂടെ ആടിപ്പാടി കളിക്കുമ്പോൾ നമ്മളെ കണ്ട വീഡിയോ ഇവിടെ നടക്കുന്ന നിത്യസംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഇവർക്കതൊരു പുതുമയല്ല, പക്ഷെ നമ്മൾ പബ്ലിക്കിന് അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ തപ്പി ഇവിടേക്ക് വന്നത്. വ്യത്യസ്ത